ഈ വിജയ് പറയുന്ന പൊളിറ്റിക്സും വിജയ്ക്ക് വേണ്ടി മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളും വിജയ്ക്ക് വേണ്ടി മുഴങ്ങിയ പാട്ടുകളും എല്ലാം ഉണ്ടാക്കിയത് പ്രൊഫഷണൽ ഏജൻസീസ് ആണ്. അപ്പോൾ ഞാൻ കാണുന്നത് വിജയ് ഇത്രയും കാലം രാഷ്ട്രീയത്തിലായിരുന്ന മനുഷ്യൻ ഇപ്പോൾ വന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ത് സംസാരിക്കണം. നമ്മൾ കണ്ടതല്ല, അദ്ദേഹം പ്രോംപ്റ്റ് ചെയ്ത സംഗതികളാണ് പ്രസംഗിച്ചത്. അദ്ദേഹം ഓഫർ ചെയ്യുന്ന ഫ്രീബീസുകൾ, വാഗ്ദാനങ്ങൾ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം, ഇവയെല്ലാം എന്ത്, എവിടെ, എപ്പോൾ പ്രസംഗിക്കണമെന്നത് വേറൊരു ടീം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കണം. അവരാണ് പറയുന്നത്. ഉള്ളാലെ ഉള്ള അങ്ങേയറ്റം ആഴത്തുള്ള രാഷ്ട്രീയ ബോധത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. തമിഴ്നാട് മോദി റെജിമിൻ്റെ കാലത്തെ ഒരു തിരുത്തൽ ശക്തിയായിട്ടുള്ള ഒരു പോരാട്ട ഭൂമികയായ ഒരു ബദൽ രാഷ്ട്രീയ ഭൂമികയാണ് കേരളം പോലെ. തമിഴ്നാട് അതിൽ പക്കയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യം, തമിഴ്നാട് വളരെ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഫ്ലേവറാൽ നിറഞ്ഞ ഒരു സംസ്ഥാനമാണ്, അല്ലേ? നിറയെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും, അതിൻ്റെ എല്ലാ ജീവിത പരിസരത്തും ഈ വിശ്വാസം കടന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിനകത്തേക്ക് കടന്ന് അതിനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാനാണ് എപ്പോഴും സംഘം